വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി. ഞാനൊരു തേക്കടിക്കാരി. ഇന്ന് ഞങ്ങൾ പോകുന്നത് മെർലിയൺ പാർക്ക് കാണാനാണ്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും കൂടെ കണ്ട് കേട്ടങ്ങ് പോവും അല്ലേ. വൃത്തിയും വെടുപ്പും പച്ച പുതപ്പിച്ച സിംഗപ്പൂർ. ഇപ്പം കണ്ട പാലത്തിൻ്റെ മുകളിൽ കണ്ടോ നിറയെ ചെടി വെച്ചിരിക്കുന്നത്. സിംഹവും നഗരം എന്ന അർത്ഥം വരുന്ന പുരവും കൂടി ചേർന്ന് സിംഹപുരം എന്ന സംസ്കൃത വാക്കിൽ നിന്ന് രൂപപ്പെട്ട സിംഗപ്പുര എന്ന മലൈ പേരിനെ ഇംഗ്ലീഷ് വൽക്കരിച്ചെടുത്തതാണ് പോലും സിംഗപ്പൂർ. ഇത് സിംഗപ്പൂർ മാനേജ്മെന്റ് യൂണിവേഴ്സിറ്റിയാണ്. ഇതൊരു വലിയ ഹോട്ടലാണ്, അവിടുത്തെ ലക്ഷറി ഹോട്ടലാണ്. അങ്ങനെ ഞങ്ങൾ മെർലിയൺ പാർക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി അതിൻ്റെ ആ നദിയുടെ തീരത്തുകൂടെ അങ്ങോട്ട് സിംഹത്തിൻ്റെ അടുത്തേക്ക്, നമ്മുടെ ആ വെള്ളം വരുന്ന സിംഹമില്ലേ, അപ്പോൾ പോയി കാണാം. മെർ എന്ന് പറഞ്ഞാൽ കടൽ, ലയൺ എന്ന് പറഞ്ഞാൽ സിംഹം. അപ്പോൾ കടലും സിംഹവും കൂടെ, അതായത് സിംഹത്തിൻ്റെ തലയും മത്സ്യത്തിൻ്റെ വാലും. സിംഗപ്പൂരിൻ്റെ നാഷണൽ സിംബലാണിത്. ഇവിടെ ഈ മെർലിയൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പാലമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. ശരിക്കും ലോകത്തിൽ തന്നെ ഇങ്ങനെ ഒരു സ്ഥലം വേറെ എവിടെയില്ല. കാരണം വിനോദസഞ്ചാരത്തിന് വേണ്ടിയിട്ട് ഇത്രയും വലിയ ഒരു തുക മുടക്കി, അത് കണ്ടോ ആ പാലം ഇങ്ങനെ ആ നദിയിലേക്ക് ഇറക്കി ചെയ്തിരിക്കുകയാണ്. അപ്പം ഇത് ഈ നാഷണൽ എംബ്ലം, അതിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ എത്രയോ വിദേശികൾ വരുന്നത്. എത്ര സ്ഥലത്തേക്കാണ് ഇത് ഷെയർ ചെയ്യപ്പെടുന്നത് അല്ലേ. അപ്പം അത് തന്നെയാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആ സിംഗപ്പൂരിൻ്റെ പ്രശസ്തി എത്ര സ്ഥലത്ത് പോകുന്നുണ്ട്. അങ്ങനെ ഒരു ഐക്കൺ കൊണ്ട് ലോകം മുഴുവൻ അറിഞ്ഞ് ലോകത്തിന് മുഴുവൻ ഒരു വരുമാനമാണ് അവർക്ക്. തീർച്ചയായിട്ടും ആ സിംഗപ്പൂരുകാർക്ക് നമുക്കും ഉണ്ടാക്കാൻ പറ്റില്ല ഇങ്ങനൊരു ഐക്കൺ. ശരിക്കും പറ്റുമല്ലേ. അപ്പോൾ അവിടെ നിന്നിട്ട് നല്ല രീതിയിൽ ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു, ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കയ്യിലേക്ക് വെള്ളം വരുന്ന രീതിയിലൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റും. ഞാനും ചേച്ചിയും കൂടെ അവിടെ ഒന്ന് പോസ്റ്റ് ചെയ്തു. അതിന് ശേഷം ഞങ്ങൾ ബോട്ടിങ്ങിന് പോയി. ആ നദിയിലൂടെ ഒരു 45 മിനിറ്റ് ബോട്ടിങ്. അപ്പോൾ അതൊരു അനുഭവമല്ലേ. അപ്പോൾ അതിൽ ഒന്ന് പോയി. അപ്പോൾ ശരിക്കും വൈകുന്നേരം 5:30 ആയായിരുന്നു. എന്നാലും കയറി ഞങ്ങൾ പോയി. അതുകൊണ്ട് പായ്ക്കപ്പലൊക്കെ അങ്ങനെ ദൂരേന്ന് വരുന്ന കാണാൻ ഭയങ്കര രസം തോന്നുന്നുണ്ട്. കണ്ടോ, നല്ല രസമില്ലേ കാണാൻ വേണ്ടി. അങ്ങനെ അതെല്ലാം കണ്ട് ഇങ്ങനെ നമുക്ക് മെല്ലെ ഇങ്ങനെ വട്ടം കറങ്ങി വരാം അല്ലേ. 45 മിനിറ്റ് ഉണ്ട്. ആ ഗ്ലോബ് പോലെ കാണുന്നത് ആപ്പിളിൻ്റെ ഫ്ലോട്ടിംഗ് ഷോറൂമാണ്. ഭയങ്കര തിരക്കാണ് അവിടെ. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ കറങ്ങി ഓരോ കാഴ്ചകളും കണ്ടു വരികയാണ് ഞങ്ങൾ. അങ്ങനെ വീണ്ടും ആപ്പിളിൻ്റെ ഷോറൂം കണ്ടു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ നമ്മൾ കറങ്ങി വരുമ്പോൾ കാണുന്നുണ്ട് ഒരു 3 ടവർ, 3 പില്ലറിൽ താങ്ങിയിട്ട് അതിൻ്റെ മുകളിലൊരു ബോട്ടിൻ്റെ ഷേപ്പുള്ള ഒരു ഹോട്ടലാണ്. ലോകത്തിലെ ഏറ്റവും കോസ്റ്റ്ലിയായ ഒരു ലക്ഷറി ഹോട്ടലാണ് മെറീന സാൻബേ. സിംഗപ്പൂരിൻ്റെ ഐക്കോണിക് ലാൻഡ്മാർക്കാണിത്. ഈ മെറീന സാൻബേയിൽ ഫോറിനേഴ്സിന്, നമ്മൾക്കൊക്കെ എൻട്രി ഫീസ് ഇല്ല, പക്ഷെ അവിടെ ഉള്ളവർക്ക് എൻട്രി ഫീസ് ഉണ്ടെന്നാണ് അറിഞ്ഞത്. പക്ഷേ മെറീന സാൻബേയിൽ കയറാൻ പറ്റിയില്ല, അതിനുള്ള ടൈം കിട്ടിയില്ല ഞങ്ങൾക്ക്. ഈ താമരപ്പൂ പോലെ കാണുന്നില്ലേ വെള്ള കളറിൽ, അത് ആർട്ട് സയൻസ് മ്യൂസിയമാണ്. സിംഗപ്പൂരിൻ്റെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട കാര്യങ്ങളും ഈ നദിയെ ചുറ്റി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഈ 3/4 മണിക്കൂർ ഞങ്ങൾക്ക് ഏകദേശം ഒരു 10-ലധികം പാലങ്ങൾ കാണാൻ പറ്റി. എല്ലാത്തിനും പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വീഡിയോ എടുക്കുകയും വേണം, എനിക്ക് കാഴ്ചകൾ കാണുകയും വേണം. അതുകൊണ്ട് ഞാൻ ചിലതൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയി. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കണ്ട് അങ്ങനെ അങ്ങ് പോകാം അല്ലേ.
ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഇതാ ഫിനിഷിംഗ് പോയിന്റിലെത്തി. അവിടുന്ന് നേരെ സ്റ്റാർബക്സിലേക്ക് പോയി. അവിടുന്ന് ഡ്രീം കോഫി, ഒരു സ്റ്റാർബക്സിൽ നിന്ന് ഒരു കോഫി കുടിക്കുക എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. അതിൻ്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആ റേഞ്ചിലുള്ള ഒരു കോഫി കുടിച്ചു. സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം ഞങ്ങൾ ചെലവഴിച്ചു. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടാവും. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക്